നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കുന്നില്ല. അതേസമയം മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അതിന്റെ പേരിൽ മക്കളെ ശപിക്കാനും അവരെ എന്നേക്കുമായി കൈയൊഴിയാനുമാണ് അധിക രക്ഷിതാക്കളും മുതിരുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, കള്ളു കുടിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മാരകമായിട്ട് ഇസ്ലാം കാണുന്ന, മതം കാണുന്ന, നാട് കാണുന്ന ഒരു തെറ്റ് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ ദുർബലമായ നിമിഷങ്ങളിൽ ഒന്നിൽ സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ എങ്ങനെ തടുക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം തെറ്റ് ചെയ്ത സന്താനത്തെ ശപിക്കാനും അവരെ തള്ളിപ്പറയാനുമാണ് നമ്മൾ ഇന്ന് മോഹിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു ചിന്തയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഫിരീങ്ങളായ ആളുകളുടെ പോലും മക്കളെ ശപിക്കുവാൻ, കാഫിരീങ്ങളായ ആളുകളെ പോലും ശപിച്ചുകൊണ്ട് തള്ളാൻ ഒരുങ്ങാത്ത നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും ആളുകളെ ശപിച്ചുകൊണ്ട് നശിപ്പിക്കാൻ വന്ന മതമല്ല. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു ആശയമാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണെങ്കിൽ ഇസ്ലാം മാതാപിതാക്കളോട് പറയുന്നത് സന്താനങ്ങൾക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കാനാണ്, ശപിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ താറുമാറാക്കാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ സ്വഹാബത്ത് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്, ജാഹിലിയ്യത്തിന്റെ കാലം, അജ്ഞതയുടെ കാലം. അവരൊന്നും ചെയ്യാത്ത തെറ്റൊന്നുമില്ല. ഇന്ന് നമ്മൾ സദാചാര പോലീസ് ചമഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതെങ്കിൽ സ്വഹാബത്ത് എന്ന് പറയുന്ന ഏറ്റവും ഉത്തമമായ ജനറേഷനെ നമുക്ക് ലഭിക്കുമായിരുന്നു. ഖൈറുൽ ഖുറൂനി ഖർനി, ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല ജനറേഷനായ ആ തലമുറയെ ലോകത്തിന് ലഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം ചെയ്ത മനസ്സുകൊണ്ടാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നുമല്ലായിരുന്നു. നജാശിയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, ഇവർ കള്ളുകുടിയന്മാരും കൊള്ളക്കാരുമാണ്, ഇവർ വ്യഭിചാരികളും പലിശദീനികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംർ ഇബ്നു ആസ് എന്ന വില്ലാളി വീരനായ തന്ത്രജ്ഞൻ കടന്നു വന്നപ്പോൾ നജാശി ഞെട്ടിത്തെറിച്ചു പോയി. ആ ഞെട്ടലിന് ശേഷം ജഅഫർ റളിയല്ലാഹു അൻഹു രാജാവിന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ധരിപ്പിക്കുകയുണ്ടായി. അംർ ഇബ്നു ആസ് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ഭൂതകാലമാണ്. കുന്നാ അഹ്ല ജാഹിലിയ്യത്തിൻ, ഞങ്ങൾ അന്ധകാരത്തിന്റെ ലോകത്തൂടെ കടന്നു പോയവരാണ്. വകുന്നാ നസ്നി വനസറഖു, ഞങ്ങൾ വ്യഭിചരിക്കുന്നവരും കളവ് നടത്തുന്നവരുമായിരുന്നു. വകുന്നാ നഅകുലുൽ മയ്യിത വനശ്റബുൽ ഖംറ, ഞങ്ങൾ ശവംതീനികളും കള്ളുകുടിയന്മാരുമായിരുന്നു. വകാനൽ ഖവിയ്യു മിന്നാ യഅകുലുൽ ലൈഫ, ശക്തന്മാരായ ആളുകൾ ബലഹീനന്മാരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ കാലമാണ്, ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ അധ്യായങ്ങളുടെ വിവരണമാണ്. ഹത്താ ഇദാ അതാ ഇലൈനാ റസൂൽ, അപ്പോഴാണ് ഞങ്ങൾക്കിടയിലേക്ക് കാരുണ്യത്തിന്റെ ദൂതുമായി അനുഗ്രഹത്തിന്റെ ഒരു മാലാഖയെ പോലെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ആ പ്രവാചകൻ വന്നതിന്റെ ശേഷം ഞങ്ങൾക്കെല്ലാം മാറ്റമുണ്ടായി. പിന്നെ ഞങ്ങൾ നല്ലവരായി മാറി. അത്രയും നാൾ ഞങ്ങൾ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ആളുകളെ ആക്രമിക്കാൻ മടികാണിക്കാത്തവരായിരുന്നു. ലാ യസ്അലൂന അഖാഹും ഹീന യൻദുബുഹും ഫിന്നാഇബാതി അലാ മാ ഖാല ബുർഹാനാ, യുദ്ധത്തിന് വരൂ എന്ന് ആരെങ്കിലും വന്നുകൊണ്ട് വിളംബരം ചെയ്താൽ എന്തിനു വേണ്ടി യുദ്ധം, എന്തു ലക്ഷ്യത്തിന് വേണ്ടി പോരാട്ടം എന്ന് ചോദിക്കാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും യുദ്ധം ചെയ്തിരുന്നവരായിരുന്നു ഞങ്ങൾ. ഇന്നാല മിൻ മഅ്ശറിൻ അഫ്നാവഇലഹും ഖീലുൽ ഖുമാതി അലാ ഐനൽ മുഹാമൂന, തറവാടിന്റെ അഭിജാത്യം കാക്കാൻ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങണേ എന്ന് ഏതോ ഒരു നേതാവ് വിളിച്ചു പറയുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഭ്രാന്തൻ കവികളുടെ കവിതകൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ സിരകളിൽ രക്തം ഉറഞ്ഞുകൂടുമായിരുന്നു. എല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുമായിരുന്നു. ഇതൊക്കെ പഴയ കാലം. ഈ കാലമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങളുടെ പുണ്യം കൊണ്ട്, അവിടുത്തെ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നന്നായിരിക്കുന്നു, ഞങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നു, ഞങ്ങൾ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് റസൂലുള്ളാഹി തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന നല്ല ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നത്തെ ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ നയം അനുഗ്രഹത്തിന്റെ നയമാണ്. നിങ്ങൾക്കറിയുമോ, സാക്ഷാൽ ഫിർഔൻ
ഫിർഔനോട് തമ്മാടിയായിരുന്നു, ധിക്കാരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ആ ഫിർഔനിനെ പോലും അവന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ തള്ളി പറയാൻ സന്നദ്ധനല്ലാത്ത അല്ലാഹുവിനെയാണ് നമ്മൾ ഖുർആനിൽ കാണുന്നത്. അന റബ്ബുകുമുൽ അഅല. ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ദൈവത്തിനേക്കാൾ വലിയ ദൈവമാണ് ഞാൻ. അല്ലാഹു ഉണ്ടെങ്കിൽ പോലും അവനേക്കാൾ വലിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ബനൂ ഇസ്രായേൽ സമുദായത്തെ പീഡിപ്പിക്കുമായിരുന്ന ഫറോവ അവൻ ധിക്കാരിയാണ്, സംശയമില്ല. അവൻ തമ്മാടിയാണ് എന്ന കാര്യത്തിൽ ശങ്കയില്ല. പക്ഷേ ആ ഫിർഔനിനെ പറ്റി മൂസാ നബിയോട് അല്ലാഹു പറയുന്ന വാക്കെന്താണ്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസാ നബിയെ, നിങ്ങൾ ഫിർഔനിനെ സമീപിക്കണം. ഇന്നഹു തഗാ, അവൻ അതിക്രമിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ. ആ തമ്മാടിയായ ഫിർഔനിനോട് ചെന്നിട്ട് ചോദിക്കേണ്ടത് നീ കുരുത്തം കെട്ടവനാണെന്ന് പറഞ്ഞ് ശപിക്കാനല്ല. ഫഖുൽ, നിങ്ങൾ അവരോട് ചോദിക്കണം, ഹല്ലക ഇലാ അൻ തസക്കാ. ഫിർഔനെ, നിനക്ക് നന്നാവാൻ മോഹമുണ്ടോ? നിനക്ക് ധാർമ്മികതയുടെ പാതയിലേക്ക് കടന്നു വരാൻ അവസരമുണ്ടെങ്കിൽ നീ കടന്നു വരാൻ തയ്യാറാകുമോ? തസ്കിയത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ മോഹമുണ്ടോ എന്നാണ് ഫിർഔനിനോട് പോലും ചോദിക്കാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുന്നത്. ജീവിതാന്ത്യം വരെ ഒരു മനുഷ്യനും ശപിക്കാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു മഹത്തായ മൂല്യമാണ്. സ്വന്തം സന്താനങ്ങളുടെ കാര്യത്തിലെങ്കിലും ഇത് പാലിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സാധാരണഗതിയിൽ നമ്മൾ കുറ്റം പറയുക കാലത്തെയാണ്. ഈ കാലം ഇതാണ് നമ്മുടെ കുഴപ്പം. ആഖിറത്തിൽ ചെന്നാൽ പറയാൻ പറ്റുമോ, അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചത് ഈ യുഗത്തിലാണ്. ഏത് യുഗത്തിൽ? ഈ യുഗത്തിൽ, ഇലക്ട്രോണിക് യുഗത്തിൽ. ഇലക്ട്രോണിക് യുഗത്തിൽ ജീവിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ തമ്മാടികളായി പോയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളൊക്കെ ഗുരുത്തം കെട്ടവരായി തീർന്നത് എന്ന് പറഞ്ഞ് മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ നമ്മൾ വ്യാമോഹിക്കുന്നത്? ലോകത്തിന്റെ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ ഏത് നൂറ്റാണ്ടും ഇതുപോലെയാണ്. ഏത് നൂറ്റാണ്ടിലും നന്മ കാണാം, ഏത് നൂറ്റാണ്ടിലും തിന്മയും കാണാം. നന്മ മാത്രമുള്ള ഒരു നൂറ്റാണ്ട് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. തിന്മ മാത്രമുള്ള ഒരു നൂറ്റാണ്ടും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ കാലത്തും നന്മ നോക്കുന്ന ആളുകൾക്ക് നന്മ കാണാം. തിന്മയെ പറ്റി വേവലാതിപ്പെടുന്നവർക്ക് ആ വേവലാതിയുമായിട്ടിരിക്കാം. എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ചാൾസ് ഡിക്കൻസ് പറയുന്ന ഒരു കഥയുണ്ട്. ഒരു നഗരത്തെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം. എന്താണ് ആ നഗരത്തിന്റെ അവസ്ഥ എന്നറിയുമോ? It was the best of times, it was the worst of times. ലോകത്തെ ഏറ്റവും നല്ല കാലം ആ കാലമായിരുന്നു. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട കാലവും ആ കാലം തന്നെയായിരുന്നു. It was the age of wisdom, it was the age of foolishness. ലോകത്തെ ഏറ്റവും നല്ല ബുദ്ധിയുടെ യുഗം അതായിരുന്നു. ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിന്റെ കാലവും അത് തന്നെയാണ്. It was epoch of belief, it was the epoch of incredibility. വിശ്വാസത്തിന്റെ യുഗമായിരുന്നു അത്. അവിശ്വാസത്തിന്റെ യുഗവും അത് തന്നെയായിരുന്നു. It was the season of light, it was the season of darkness. അത് വെളിച്ചത്തിന്റെ യുഗമായിരുന്നു. ഏറ്റവും വലിയ തമസിന്റെയും അന്ധകാരത്തിന്റെയും കാലവും അത് തന്നെയാണ്. It was the spring of hope. അത് പ്രതീക്ഷയുടെ വസന്തമായിരുന്നു. It was the winter of despair. നിരാശയുടെ ശൈത്യകാലവും അത് തന്നെയായിരുന്നു. We had everything before us. നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. We had nothing before us. നമുക്ക് വേണ്ടതൊന്നും ഈ ലോകത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് മനസ്സിന്റെ ഒരു ഭാവമാണ്. നന്മ ചിന്തിക്കുന്ന ആളുകൾ വെളിച്ചം കാണുന്നു, വിശ്വാസം കാണുന്നു, ബുദ്ധിയെ കാണുന്നു, സൗകര്യങ്ങൾ കാണുന്നു, സംവിധാനങ്ങൾ കാണുന്നു, സുഖം കാണുന്നു, സന്തോഷം കാണുന്നു, ആമോദം അനുഭവിക്കുന്നു, പ്രഹ്ലാദരായി ജീവിക്കുന്നു. തിന്മകൾ കാണാൻ വേണ്ടി ജീവിക്കുന്നവർ കാണുന്നത് മുഴുവനും തമസ്സാണ്, കാണുന്നത് മുഴുവനും അന്ധകാരമാണ്, കാണുന്നത് മുഴുവനും അവിശ്വാസമാണ്, കാണുന്നത് മുഴുവനും അജ്ഞതയാണ്, കാണുന്നത് മുഴുവനും അധാർമികതയാണ്, കാണുന്നത് മുഴുവനും അശ്ലീലങ്ങളും തമാടിത്തങ്ങളും മാത്രമാണ്. കുഴപ്പം കാലത്തിനല്ല. നഈബു സമാനനാ വൽ ഐബു ഫീനാ. കാലത്തെ മനുഷ്യൻ കുറ്റം പറയുന്നുണ്ടെങ്കിലും കുറ്റം അക്ഷരാർത്ഥത്തിൽ കാലത്തിനല്ല, മനുഷ്യർക്കാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നെന്താണ് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വളർന്നു വന്നിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. മൊബൈൽ ഫോൺ അതിന്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളും ടെലിവിഷന്റെ സാധ്യതകളും റേഡിയോയുടെ ഫെസിലിറ്റീസുകളും എല്ലാം
ഒരേ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷന്റെ ലോകത്ത് മഹാവിപ്ലവം സൃഷ്ടിച്ച മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ, അതിലൂടെ വിജ്ഞാനത്തിന്റെ വലിയ വലിയ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ട്. അതേസമയം അശ്ലീലതയുടെ, അധാർമികതയുടെ വലിയൊരു നരകലോകവും നമ്മെ കാത്തിരിക്കുന്നു. ഇതിന്റെ മധുരമോർക്കുമ്പോൾ അതിനെ ഒഴിവാക്കാൻ കഴിയില്ല. അതിന്റെ ദൂഷ്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴോ കയ്യിലെടുക്കാനും തോന്നില്ല. വല്ലാത്തൊരു ദുരന്തം. സ്വർഗത്തിലെ ഒരു വീടുമുണ്ടെങ്കിൽ നരകത്തിലേക്ക് മറ്റൊരു വീടുമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം വേണ്ടവർക്ക് സ്വർഗം തെരഞ്ഞെടുക്കാം, നരകം വേണ്ടവർക്ക് നരകത്തിലേക്ക് പോകാം. ഇത് പക്ഷേ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഒരേ വാതിലാണ്. മൊബൈൽ ഫോണിന്റെ സിസ്റ്റം അങ്ങനെയാണ്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരേ വാതിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ധാർമ്മിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ നന്മ വിചാരിച്ചുകൊണ്ട് ഉപയോഗിച്ചു തുടങ്ങുന്ന യന്ത്രങ്ങൾ ഏറ്റവും വലിയ തിന്മയുടെ ഊരാകുടുക്കളിലേക്ക് അവനെ ആനയിച്ചു കൊണ്ടുപോകുകയാണ്. അല്ലാഹുക്കോ അള്ളാഹു അവന്റെ ദീനിനെ ഈ ലോകത്ത് വളർത്തിയത് അവന്റെ സച്ചരിതരായ അടിമകളിലൂടെയാണ്. നമ്മുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിന്റെ സുഗന്ധമായ ഖുതുബുസ്സമാൻ പോലെയുള്ള കാലപുരുഷന്മാരുടെ ജീവിതത്തിലൂടെയാണ് അള്ളാഹു അവന്റെ സന്ദേശങ്ങൾ ഈ ലോകത്ത് വിളംബരം ചെയ്യുന്നതെങ്കിൽ ഇബ്ലീസ് അവന്റെ സിദ്ധാന്തങ്ങളും സന്ദേശങ്ങളും ദർശനങ്ങളും തത്വങ്ങളും തിയറികളും ലോകത്ത് പ്രചരിപ്പിക്കുന്നത് യൂറോപ്പിലെ മെഷീനുകളുടെ സഹായത്തോടു കൂടെയാണ്, യൂറോപ്പിലെ യന്ത്രങ്ങളിലൂടെയാണ്, മൊബൈൽ ഫോണിലൂടെ, ഇന്റർനെറ്റിലൂടെ പിശാച് അവന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ഈ പ്രശ്നത്തിന് കാലമാണോ കുറ്റം, അതല്ല ശാസ്ത്രാവബോധമില്ലാത്ത നമ്മളാണോ കുറ്റക്കാർ? ശാസ്ത്രം നൽകുന്ന ഭീഷണിയാണല്ലോ ഇത്. നന്മ തേടിപ്പോകുന്നവർക്ക് തിന്മയുടെ ഊരാകുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വലിയ വൈഷമ്യം സൃഷ്ടിച്ചത് ശാസ്ത്രമാണെന്ന് നമ്മൾ പറയുന്നു. ആ ശാസ്ത്രത്തിന് മേൽക്കോയ്മയുള്ള കാലമായതുകൊണ്ട് കാലമാണ് കുറ്റക്കാരൻ എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ശാസ്ത്രം മതവിരുദ്ധമായത് എന്തുകൊണ്ടാണ്? ശാസ്ത്രത്തോട് മതത്തിന്റെ ആളുകൾക്ക് താല്പര്യമില്ലാതായത് എന്ന് മുതലാണ്. ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് ജർമ്മൻ ചാൻസലറുടെ കൊട്ടാരത്തിലേക്കൊരു ക്ലോക്ക് സമ്മാനമായി കൊടുത്തയക്കപ്പെട്ടപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ പരിഷ്കരിച്ചെടുത്ത യന്ത്രം കൊണ്ടുപോയി ഓരോ മണിക്കൂറിലും മണിയടിക്കുന്ന ഒരു ക്ലോക്ക് കൊണ്ടുപോയി ജർമ്മനിയിൽ ഏൽപ്പിച്ചപ്പോൾ ഓരോ മണിക്കൂർ ഇടപെട്ടുകൊണ്ട് അത് മണിയടിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൽ വല്ല കൂടോത്രം ചെയ്തു വച്ചിരിക്കുന്നോ, വല്ല മാരണവും പ്രയോഗിച്ചു വച്ചിരിക്കുന്നോ എന്ന് ആരോ സംശയിക്കുകയും ആ സംശയത്തിന് വീണ്ടും വീണ്ടും ബലം ലഭിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിം രാജാക്കന്മാർ കൊണ്ടുവന്നയച്ച ആ സമ്മാനം കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചവരാണ്. ശാസ്ത്രം ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയത് എപ്പോഴാണ്? ശാസ്ത്രം മതവിരുദ്ധമായി പോയത് എന്ന് മുതലാണെന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം. ഇന്നല്ലദീന ബനൽ മുസല്ലസ ജദ്ദുഹും ലാ യുഹ്സിനൂന ലിഇബ്റത്തിൻ തശ്കീലാ. ഞങ്ങളുടെ പ്രപിതാക്കളാണ് പിരമിഡുകൾ പണിതത്, ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ ഒരുപാട് ശാഖകൾ തുടങ്ങി വെച്ചത്, ഞങ്ങളാണ് ലോകത്ത് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും കൊണ്ടുവന്നത്, ഞങ്ങളാണ് ആദ്യമായി പറക്കാൻ തുടങ്ങിയത്, ഞങ്ങളാണ് സമുദ്രത്തിൽ കടന്നാൽ മരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളെ സമുദ്ര സഞ്ചാരത്തിലൂടെ ജീവിതത്തിന്റെ സ്വർഗം തീർക്കാമെന്ന് പഠിപ്പിച്ചത് എന്നൊക്കെ വീമ്പ് പറയുന്ന ഇതേ സമുദായം ഇന്നെത്തി നിൽക്കുന്നതോ ലാ യുഹ്സിനൂന ലിഇബ്റത്തിൻ തശ്കീലാ. ഒരു മൊട്ടുസൂചി എങ്ങനെ സ്വയം നിർമ്മിക്കാമെന്നറിയാത്തവരാണ്. മൗലാന ഹാലി അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ശാസ്ത്രത്തിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്നും മതത്തിന്റെ ആളുകൾ വിട്ടുനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തം ഇത് തന്നെയാണ്. ജീവിക്കാൻ മനുഷ്യന് ശാസ്ത്രം ആവശ്യമാണ്, സംവിധാനങ്ങൾ ആവശ്യമാണ്, ടെക്നോളജി ആവശ്യമാണ്. ആ ടെക്നോളജിയും ശാസ്ത്രവും ആവിഷ്കരിക്കുന്നവർ മതബോധമില്ലാത്തവരായി തീരുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഇന്ന് നമ്മളും നമ്മുടെ സന്താനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രത്തെ തിരിച്ചു പിടിക്കുകയല്ലാതെ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് കടന്നു കയറുകയല്ലാതെ മറ്റൊരു പോംവഴി ഇതിനില്ല. ഈ പരിപാടിയുടെ സംഘടിപ്പിക്കുന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ നവോമണ്ഡലങ്ങളിൽ ഈ സ്ഥാപനം ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം ഇതാണ്.
ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിക്കുള്ള പരിഹാരമാണ് ദാറുൽ ഹുദയിൽ നിന്ന് ഒഴുകി വരുന്നത്. അല്ലാഹുവേ, ദാറുൽ ഹുദയാണ്. ഈ ദാറുൽ ഹുദയിൽ നിന്ന് പൊട്ടിവിടരാൻ പോകുന്നത് സന്മാർഗത്തിന്റെ വെളിച്ചമാണ്, ഹിദായത്തിന്റെ നൂറാണ്. ഭൗതികമായ സംവിധാനങ്ങൾ മതാവബോധമുള്ള ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ യുഗത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതായി പോകുന്നു. ഈ യുഗത്തിന്റെ ഭീഷണികൾ മഞ്ഞുരുക്കം സംഭവിക്കുന്നു. ഈ യുഗത്തിന്റെ എല്ലാ കുഴപ്പങ്ങളും പരിഹാരത്തിന്റെ പറുദീസയിലേക്ക് വഴിതെളിച്ചു കൊടുക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ ഭാഷകൾ പഠിക്കണം. അത് റസൂലുള്ളാഹിന്റെ അധ്യാപനമാണ്. മൻ അറഫ ലുഗത ഖൗമിൻ മനഅ ശർറഹും. ഒരു സമുദായത്തിന്റെ ഭാഷ പഠിക്കുന്നത് അവരുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഏറ്റവും നല്ല വഴിയാണ്. ആധുനിക ലോകം സംവദിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ഭാഷയിലാണെങ്കിൽ, മൊബൈൽ ഫോണിന്റെ ഭാഷയിലാണെങ്കിൽ, ഇനി അതിനേക്കാൾ വലിയ ടെക്നോളജിയുടെ ഭാഷയിലാണെങ്കിൽ ആ ഭാഷ പഠിച്ചുകൊണ്ട് മാത്രമേ ലോകത്തിന്റെ ഭീഷണികളെ നേരിടാൻ കഴിയൂ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും മഹത്തായ ദർശനം ഇതാണ്. ദാറുൽ ഹുദ അനുഗ്രഹീതമായ സ്ഥാപനമാണ്. ഖുതുബുസ്സമാൻ മൗലദ് ദവീല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഊട്ടിയിറക്കുന്ന മക്കൾ, ബഹുമാന്യരായ മൗലദ് ദവീല തങ്ങളുടെ ശാദ്വരമായ അനുഗ്രഹത്തിന്റെ സ്പർശങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്താനങ്ങൾ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ലോകത്തെവിടെയും സന്മാർഗത്തിന്റെ വെളിച്ചം വിതരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സദസ്സിന്റെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ട് ശാസ്ത്രവും ടെക്നോളജിയും. മൊബൈൽ ഫോൺ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഉപകരണമാണ്. പക്ഷേ എന്തുകൊണ്ട് ടെക്നോളജിയോടുള്ള സ്നേഹമല്ല, മൊബൈൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഒരു പുതിയ മൊബൈൽ കണ്ടുപിടിക്കാം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല മൊബൈൽ ഫോൺ കാതിലും ചുണ്ടിലും വെച്ചുകൊണ്ട് നടക്കുന്നത്. മൊബൈൽ ഫോണിലൂടെ ഉണ്ടാവാനിടയുള്ള അശ്ലീലതകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ നമ്മുടെ സന്താനങ്ങൾക്ക് പ്രിയങ്കരമായി മാറുന്നത്. മുമ്പ് അറേബ്യയിലെ ഒരു കാമുകൻ എന്റെ കാമുകിയുടെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ അവരുടെ വീടിന്റെ ചുമരുകൾ, ആ ചുമരിലെ ഓരോ ശിലകളെയും ഇങ്ങനെ മാറി മാറി ചുംബിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ആ സമയത്ത് ആളുകൾ അവനെ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തുകയാണ്. അവൻ പറയുന്നു, ഈ ശിലകളോട് എനിക്ക് പ്രേമമുണ്ടെന്ന്, ഈ കല്ലുകളെ ഞാൻ പരിണയിച്ചിരിക്കുന്നുവെന്ന്, ഈ കുറ്റിച്ചുമരുകളെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമുറു അലദ്ദിയാരി ദിയാരി സൽമാ ഉഖബ്ബിലുൽ ജിദാറ വദൽ ജിദാറ. ഓരോ ചുമരിലും ചുംബനം നൽകിക്കൊണ്ട്, ഓരോ ശിലയിലും സ്നേഹത്തിന്റെ മുത്തം നൽകിക്കൊണ്ട് ഞാൻ കടന്നു പോകുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എനിക്ക് ശിലയോട് സ്നേഹമുണ്ടെന്ന്. എന്റെ ഹൃദയത്തെ പിടിച്ചുലക്കുന്നത് ഈ ശിലയോടുള്ള പരിണയമല്ല, സ്നേഹമല്ല. താമസിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന കാമുകയോടുള്ള അനുരാഗം കൊണ്ടാണ്. അവൾ താമസിക്കുന്ന വീടാണല്ലോ, ആ വീടിനെ താങ്ങി നിൽക്കുന്ന ചുമരാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ശിലകളോട് എനിക്ക് സ്നേഹമുണ്ടാകുന്നത് എന്ന് പാടിയതുപോലെ മൊബൈൽ ഫോണിന്റെ ടെക്നോളജി അല്ല, ശാസ്ത്രീയമായ സംവിധാനങ്ങളോടുള്ള താല്പര്യമല്ല, അത് നൽകുന്ന അനാവശ്യമായ സാധ്യതകളാണ് നമ്മെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ സമുദായത്തിലെ സന്തതികൾക്ക് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ പുതിയ പുതിയ വൈജ്ഞാനിക സങ്കേതങ്ങൾ കണ്ടെത്താനുള്ള താല്പര്യം ഉണ്ടാകുന്നില്ല? ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാം, അവരോട് ആരോ വന്നുകൊണ്ട് ചോദിച്ചു അത്രേ, നിങ്ങൾക്കൊരു ഇൽമു കേട്ടാൽ, പുതിയ ഒരു വിജ്ഞാനം കേൾക്കേണ്ടി വന്നാൽ അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം ആഗ്രഹം പ്രകടിപ്പിക്കും? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും കാതായി മാറിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും ഒരു നിമിഷം. ഉറുദു ഭാഷയിൽ ഹമാതൻ ഗോഷ് സുന്ന എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട്. ശരീരം മുഴുവനും കാതാക്കി വെച്ചുകൊണ്ട് കേൾക്കുക. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഇതിഹാസത്തിൽ നിന്ന് വന്ന പോലെ തോന്നും ആ പ്രയോഗം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു പുതിയ വിജ്ഞാനം എന്റെ മുമ്പിൽ ആരെങ്കിലും വന്നുകൊണ്ട് പറയാൻ തുടങ്ങിയാൽ എന്റെ എല്ലാ അവയവങ്ങളും കാതായിരുന്നുവെങ്കിൽ എന്റെ ശരീരം മൊത്തം കൊണ്ടത് കേൾക്കാമായിരുന്നുവല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും. ഒരു വിജ്ഞാനത്തോടുള്ള അങ്ങയുടെ ആർത്തി എത്രത്തോളം ഉണ്ടാകുമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീറ്റപ്പണ്ടാരമായ ഒരു മനുഷ്യൻ
തടിമാടനായ ഒരാൾ അവന്റെ മുമ്പിൽ നിങ്ങൾ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കാത്തിരിക്കണേ എന്ന് പറഞ്ഞാൽ, അല്പനേരം കൂടി കാത്തിരിക്കണേ എന്ന് പറഞ്ഞാൽ, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ തടിമാടനായ മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം ആ സമയമാകാൻ വേണ്ടി ആർത്തിയോടുകൂടെ വെമ്പൽ കൊള്ളുമോ, അതുപോലെയാണ് എനിക്ക് കിട്ടാതാകാൻ പോകുന്ന ഒരു ഇൽമിനെ കുറിച്ചുള്ള എന്റെ ചിന്ത എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു ഇൽമ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ആ ഇൽമിനെ തേടിപ്പിടിക്കാൻ നിങ്ങൾ എത്രമാത്രം അധ്വാനിക്കുമെന്ന് ചോദിച്ചപ്പോൾ, ഒരുപാട് കാലത്തെ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമായി നിങ്ങൾക്കുണ്ടായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഹിംസജന്തു വന്നുകൊണ്ട് തട്ടിക്കൊണ്ടുപോയാൽ, ഇരപിടിച്ചു കൊണ്ടുപോയാൽ, ആ ഹിംസജന്തുവിന്റെ വായിൽ നിന്ന് സ്വന്തം പൊന്നോമന കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ എത്രമാത്രം വേവലാതിയോടുകൂടെ വരളി പൂണ്ടുകൊണ്ട് ഓടുമോ, അതുപോലെ നഷ്ടപ്പെട്ടു പോകാനിടയുള്ള വിജ്ഞാനം തേടിക്കൊണ്ട് ഞാൻ പായുമെന്ന്, ഞാൻ ഓടുമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്ത് വിജ്ഞാനത്തെ തേടിപ്പിടിക്കാനുള്ള ഏതു ശ്രമത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്ലാഘിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഇത് കേൾക്കുന്നില്ല എന്ന് മാത്രം. അമുസ്ലിങ്ങളായ ചില സഹോദരങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടിട്ട് അവരുടെ ജീവിത കരിയറുകളിൽ വലിയ വലിയ ഉന്നതങ്ങൾ താണ്ടിയ കഥ നമ്മുടെ വർത്തമാനകാലത്ത് പോലും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരും അല്ലാത്തവരുമായിട്ടുള്ള ഒരാളും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു KJ യേശുദാസിനെ അറിയാത്തവരായിട്ട്. ഗന്ധർവ ഗായകനായ KJ യേശുദാസിനെ കേൾക്കാത്തവരായി, അദ്ദേഹത്തിന്റെ പാട്ടിലെ ഒരു വരിയെങ്കിലും കേൾക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിലും പോകുന്ന തലമുറയിലോ വളർന്നു വരുന്ന തലമുറയിലോ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ 50 വർഷക്കാലമായി മലയാളത്തിന്റെ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന KJ യേശുദാസ് 2 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ 70ാമത് പിറന്നാൾ കൊണ്ടാടിയപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ആരാധകന്മാർ, പാട്ടിനെ സ്നേഹിക്കുന്ന സംഗീത പ്രേമികളായ ആളുകൾ യേശുദാസിന്റെ ജന്മദിനം വളരെ സമുചിതമായിട്ട് കൊണ്ടാടുകയും ആഘോഷിക്കുകയും ചെയ്തു. ആയിടക്ക് ഇന്ത്യയിലെ പ്രശസ്തമായ ദ ഹിന്ദു ദിനപത്രം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ചോദിക്കുകയുണ്ടായി, യേശുദാസ് അങ്ങ് 70ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന ഒരു മലയാളിയാണ്. 70 വയസ്സുള്ള ഒരു മലയാളി കാരണവരെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സങ്കല്പമുണ്ട്. ഇവിടെയുള്ള ശരാശരി മലയാളികളിൽ 70 വയസ്സിലെത്തി നിൽക്കുന്ന ആളുകൾ അവർ മരണത്തെ മുന്നിൽ കാണുന്നവരാണ്, കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലൊരു ഈസി ചെയറിൽ ഇരുന്നു കൊണ്ട് പേരക്കിടാങ്ങളോട് ദേഷ്യപ്പെടാനും അവരോട് കയർക്കാനും മുറുക്കിത്തുപ്പാനും മാത്രം കഴിയുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ജീവിതത്തിൽ തങ്ങൾക്ക് കഴിഞ്ഞു പോയ ഏതോ വീരേതിഹാസങ്ങൾ പേർത്തും പറഞ്ഞുകൊണ്ട് കഴിയുന്ന കാലമാണ്. അങ്ങനെ ഞങ്ങള് ശരാശരി മലയാളികളായ വൃദ്ധന്മാരെ കാണുന്നു. അതിനിടയിൽ 70ാമത്തെ വയസ്സിലും മിസ്റ്റർ യേശുദാസ് നിങ്ങൾ ഒരു വലിയ അത്ഭുതമാണ്. സംഗീതത്തിന്റെ പുതിയ സബര്യകൾ തേടിക്കൊണ്ട് നിങ്ങൾ ലോകം മുഴുവനും ഇന്നും ഒരു മുസാഫിറിനെ പോലെ അലയുകയാണ്, ദേശാടന കിളിയെ പോലെ ഓടുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നിങ്ങൾ കർണാട്ടിക് മ്യൂസിക് പഠിച്ചവരാണ്, റോക്ക് ആൻഡ് റോൾ മ്യൂസിക് കേട്ടവരാണ്, ഇങ്ങനെ ഒരുപാട് സംഗീതങ്ങൾ പഠിച്ചവരും അതിൽ അഭ്യസ്ത വിദ്യനായിട്ടുള്ളവരുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് വീണ്ടും നിങ്ങൾ പാട്ടിന്റെ പുതിയ ശീലുകൾ തേടിക്കൊണ്ട് ലോകം മുഴുവനും പരക്കം പായുന്നു? ഇന്ന് അമേരിക്കയിലാണെങ്കിൽ നാളെ കാൻബറയിൽ, മറ്റന്നാൾ നിങ്ങൾ ഗൾഫിലെത്തുന്നു. ഓരോ ദിവസവും നിങ്ങൾ സംഗീതത്തിന്റെ പുതിയ ശീലുകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. 70ാമത്തെ വയസ്സ് എത്തി നിൽക്കുന്ന ഒരു മലയാളിയായ വൃദ്ധനാണ് നിങ്ങളെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. എങ്ങനെ കൈവന്നു ഈ അധ്വാനശീലം? എങ്ങനെ കൈവന്നു ഈ വിജ്ഞാനം നേടാനുള്ള മനസ്സ്? KJ യേശുദാസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദാസൻ എന്നാണ്. ജന്മനാ അദ്ദേഹം ക്രൈസ്തവനാണെന്ന് നിങ്ങൾക്കറിയാം. അഗസ്റ്റിൻ ജോസഫിന്റെ മകൻ ക്രൈസ്തവനാണെന്ന് നിങ്ങൾക്കറിയാം. വേണമെങ്കിൽ അദ്ദേഹത്തിന് മത്തായിയിലോ ലൂക്കോസിലോ മാർക്കോസിലോ യോഹന്നായിലോ ആന്റണീസ് പുണ്യവാളന്റെ സുവിശേഷങ്ങളിലോ ഉള്ള ഏതെങ്കിലും ഒരു വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ബൈബിൾ വാക്യമാണ് എന്റെ പാട്ടിന്റെ പ്രചോദനം എന്ന് പറയാമായിരുന്നു. തനിക്ക് ജന്മം നൽകിയ തറവാടിനെ സന്തോഷിപ്പിക്കുവാൻ യേശുദാസ് അത് പറഞ്ഞില്ല. ബൈബിളിലെ ഒരു വാക്ക് അദ്ദേഹം ഉദ്ധരിച്ചില്ല. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്നവരിൽ 70%-ലും അധികം, 70%-ലും അധികം ആളുകൾ ഹൈന്ദവ സഹോദരങ്ങളാണ്. വേണമെങ്കിൽ ഭഗവത്ഗീതയിലോ മറ്റോ ഉള്ള ഏതെങ്കിലും ഒരു മനോഹരമായ ശ്ലോകം തന്റേതായ സ്വരസിദ്ധമായ മനോഹരമായ ആലാപനാനുരാഗത്തോടുകൂടെ പാടിയാൽ
ഈ രാജ്യത്തുള്ള ബഹുഭൂരിഭാഗം വരുന്ന ആരാധക വൃന്ദങ്ങളെ ആകർഷിക്കുവാൻ യേശുദാസിന് കഴിയുമായിരുന്നു. ജാതിഭേദം മതദ്വേഷം പാടിയിട്ട് വന്ന ആളാണ് യേശുദാസ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ കവിത പാടാമായിരുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കവിത ആലപിച്ചുകൊണ്ട് അതാണ് എന്റെ പ്രചോദനം എന്ന് പറയാമായിരുന്നു. സത്യസന്ധനായി അദ്ദേഹം ഹിന്ദുവിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ദ പെർഫെക്റ്റ് വേഴ്സസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഹദീസ്, അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹദ്. വൈജ്ഞാനികമായ മനുഷ്യന്റെ അന്വേഷണങ്ങൾ അത് 5ാം തരത്തിലോ SSLCയിലോ +2ലോ ഡിഗ്രിയിലോ PGയിലോ അവസാനിപ്പിക്കേണ്ടതല്ല. അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ ഖബർ വരെ നീണ്ടു നിൽക്കേണ്ട ഒരു വലിയ പ്രക്രിയയാണ് വൈജ്ഞാനികമായ അന്വേഷണം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. that motivated me more, എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുകയും പ്രചോദിപ്പിക്കുകയും എന്റെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുകയും ചെയ്തത് എന്ന് ഗന്ധർവ ഗായകനായ KJ യേശുദാസ് പറയുന്നു. ഒരു ഹദീസ് കേട്ടിട്ട് യേശുദാസിന് മലയാളത്തിന്റെ പോയറ്റ് ലൗറേറ്റ് ആയിട്ട് വളരാൻ കഴിഞ്ഞു. നമ്മൾ മദ്രസയിലും കോളേജിലും ഒക്കെയായി എത്ര വട്ടം ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ മേഖലകളിൽ ഉയർന്നു വരാൻ നമ്മുടെ സന്തതികൾക്ക് സാധിക്കുന്നില്ല? ബഹുമാന്യരായ ഖുതുബുസ്സമാൻ തങ്ങളുടെ ഹദ്റത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഞാൻ ഊന്നി പറയുന്നു, വിജ്ഞാനം, ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങൾ അത് മതാവബോധമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. ഒരു വലിയ മുത്താണ്, അത് മഞ്ഞുതുള്ളിയാണ്, അത് താരകമാണ്, നക്ഷത്രമാണ്. ദുഷിച്ച ഒരു കയ്യിലാണ് ഇൽമ പെട്ടുപോകുന്നതെങ്കിൽ അത് നിങ്ങളും ചൂടും നശിപ്പിച്ചു കളയുന്ന ഒരു തീക്കനലായി മാറുമെന്ന്, തീപ്പൊരിയായി മാറുമെന്ന് അല്ലാമ ഇഖ്ബാൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രം ഒരു വലിയ സംഭവമാണ്. ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ മഞ്ഞുതുള്ളിയെ പോലെ സൗഗന്ധികം പരത്തുന്നതാണ്. താരകത്തെ പോലെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ പോകുന്നതാണ്. പക്ഷേ ആ ശാസ്ത്രവും ഭൗതികമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും എത്താൻ പാടില്ലാത്ത കരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ശാസ്ത്രകാരനായി അറിയപ്പെടുന്നത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. ആ മനുഷ്യൻ അദ്ദേഹം എഴുതിയ ആദ്യത്തെ പുസ്തകത്തിലെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ പറഞ്ഞത് ദൈവം ഉണ്ടാകാമെന്നാണ്. പുതിയ പുസ്തകം എഴുതിയപ്പോ, ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ദൈവത്തിന്റെ ആവശ്യമില്ല എന്നാണ്. ഇതാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസവും ശാസ്ത്രവും ടെക്നോളജിയുമെല്ലാം അനാവശ്യമായ കൈകളിൽ എത്തിപ്പെട്ടു പോയാൽ, മതാവബോധമില്ലാത്ത ആളുകൾ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങൾ വിലയിരുത്താൻ തുടങ്ങിയാൽ, ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടന്നു പോകുന്ന ലോകം മതത്തിന്റെ സ്ഥാനമില്ലാത്ത ലോകമായി പോകും. കഴിഞ്ഞ വർഷം 2010 ഈ ലോകത്ത് 30 പുസ്തകങ്ങൾ വന്നു. എന്തു പറയാൻ ആ പുസ്തകങ്ങൾ വന്നത്? ഡാർവിന്റെ സിദ്ധാന്തം ശരിയാണ്, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പിറന്നവനാണെന്നുള്ള സിദ്ധാന്തം സത്യമാണ്, നമ്മളുടെയൊക്കെ പ്രപിതാക്കന്മാർ കുരങ്ങ് തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്ന 30 ഗ്രന്ഥങ്ങൾ, ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങൾ യുനെസ്കോയുടെ നേരിട്ടുള്ള ആഭിമുഖ്യത്തിൽ വന്നു. മലയാളത്തിൽ DC ബുക്സ് 7ഓളം പുസ്തകങ്ങൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. 30 പുസ്തകങ്ങൾ, ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങൾ വിളിച്ചു പറയുന്നത് ഡാർവിന്റെ തിയറി സത്യമാണ്, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നു എന്ന് പറയുന്ന സിദ്ധാന്തം സത്യമാണ്. ഇത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതായാലും നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ മനസ്സുകളിൽ സംശയം തീർക്കുന്നതാണ്. പണ്ഡിതന്മാരാണെന്ന് പേരെടുത്തിരിക്കുന്ന ചില ആളുകൾ പോലും വിദേശ രാഷ്ട്രങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഈ വക കാര്യങ്ങൾ കേട്ടുകൊണ്ട് വിരളിപ്പുണ്ട് ഖുർആനിനെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്ന അവസ്ഥ പോലും കഴിഞ്ഞ വർഷം ഉണ്ടായി. ഡാർവിൻ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഖുതുബയിൽ ആയത്തെടുത്ത് ഉദ്ധരിച്ച പണ്ഡിതന്മാര് വരെ ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ ആലോചിക്കണം, ശാസ്ത്രവും ഭൗതിക വിദ്യാഭ്യാസവും മതാവബോധമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ
ഈ ലോകത്തുണ്ടായിട്ടുള്ള ദുരന്തം തീർത്താൽ തീരാത്തതാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. മതം തകർക്കുന്ന ഒരു ശാസ്ത്രം നമുക്ക് ആവശ്യമില്ല. മതം തകർക്കുന്ന ശാസ്ത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് മതത്തെ സ്ഥിരപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ച മാർഗങ്ങൾ തന്നെ നാം അവലംബിക്കേണ്ടിയിരിക്കുന്നു. വളർന്നു വരുന്ന മക്കൾ, ബോധമുയർന്നു വരുന്ന ആദ്യത്തെ സന്ദർഭങ്ങളിൽ നാവ് കൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്ന വേളയിൽ നിങ്ങൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദുർ റസൂലുള്ളയും പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശാസ്ത്രത്തിന്റെ കുത്തൊഴുക്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തൗഹീദിന്റെ ശക്തി പകരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ വിളംബരം ചെയ്യുന്ന ആ വാക്യം അത് പഠിപ്പിച്ചു കൊടുക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് മക്കൾക്ക് ബോധമുണ്ടാക്കി കൊടുക്കണം. അല്ലാഹു ആരാണ്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്? പ്രപഞ്ചത്തിന്റെ സംവിധായകനും സംരക്ഷകനും ആരാണ്? ഈ ലോകത്തിൽ നിന്ന് എങ്ങനെയാണ് റബ്ബിനെ കണ്ടെത്താൻ കഴിയുക എന്ന സിദ്ധാന്തം മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏതൊരു കാലഘട്ടത്തിലെയും പോലെ ആവശ്യമാണ്. അല്ലാഹുവേ, നിന്നെ കാണാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഹർ ചീസ് സേ യാ ഹേ നഖ്ശോ വശാൻ തേരാ, നിങ്ങൾ എവിടെ നോക്കിയാലും കാണുന്നത് നിന്റെ മഹത്വവും നിന്റെ പ്രഭാവവും നിന്റെ ഉണ്മയെക്കുറിച്ചുള്ള ഉദ്ഘോഷങ്ങളുമാണ്. മർസീ ബിഗൈർ തേരി, അല്ലാഹുവേ, നിന്റെ തൃപ്തിയില്ലാതെ നിന്റെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ പത്തേ നഹീ ഹിൽതേ, ഒരു ഇല പോലും ലോകത്ത് ഇളകുന്നില്ല. കിത്നാ അസീം തർഹേ റുതുബാ വശാൻ തേരാ, അല്ലാഹുവേ, നിന്റെ മഹത്വവും നിന്റെ പ്രഭാവവും ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡങ്ങളെ കൊണ്ട് അളക്കാനോ തിട്ടപ്പെടുത്താനോ നിജപ്പെടുത്താനോ നിർണയിക്കാനോ കഴിയാത്തതാണ്. പാനി ഹോ റോഷനായി പൗദേ സബീ ഖലം ഹോ, ഈ ലോകത്തുള്ള എല്ലാ ജലാശയങ്ങളും മഷിയായി മാറിയാലും ബഹർ മുഴുവനും മഷിയായി മാറിയാലും ലോകത്ത് തഴച്ചു വളരുന്ന എല്ലാ സസ്യങ്ങളും പേനയായി പരിവർത്തനം ചെയ്യപ്പെട്ടാലും അല്ലാഹുവേ, നിന്റെ പരിപൂർണമായ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നിന്റെ മഹത്വം പറയാൻ, നിന്റെ ഔദാര്യത്തെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പരിപൂർണമായ അർത്ഥത്തിൽ ഈ ലോകത്ത് വെച്ച് സാധ്യമല്ല. കാഫിറായാലും മുസ്ലിമായാലും മതമുള്ളവരായാലും ഇല്ലാത്ത നിരീശ്വരവാദിയായാലും അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും ഗ്രസിച്ചു നിൽക്കുന്നത് നിന്റെ കാരുണ്യമാണ്, നിന്റെ മഹത്വമാണ്, നിന്റെ ഔദാര്യമാണെന്ന വലിയ സന്ദേശം പകർന്നു കൊടുക്കാൻ കഴിയണം. ആ തൗഹീദ് നെഞ്ചിലുണ്ടാകുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം മനസ്സിലൂടെ മൂലമായി കഴിഞ്ഞാൽ പിന്നെ പടപ്പുകളെ പേടിക്കേണ്ടി വരുന്നില്ല. പിന്നെ ശാസ്ത്രത്തിന്റെ കുത്തൊടുക്കിൽ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ വിട്ടൊഴിയേണ്ടി വരുന്നില്ല. ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. അസ്വഹാബിയുൽ ജലീലുൽ മശ്ഹൂർ, ഏറ്റവും പ്രസിദ്ധനായ വളരെ ഉത്കൃഷ്ടനായിട്ടുള്ള സ്വഹാബി വര്യൻ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തുമിന്റെ കൊട്ടാരത്തിൽ വന്നു നിൽക്കുകയാണ്. നാളെ ഖാദിസിയയിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെ മുസ്ലിം സൈന്യവും റുസ്തും എന്ന് പറയുന്ന പ്രസിദ്ധനായ പട്ടാള മേധാവിയുടെ കീഴിലുള്ള പേർഷ്യൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുകയാണ്. വാളുകളുമായിട്ടുള്ള യുദ്ധം നടക്കാൻ പോകുകയാണ്. ഖാദിസിയയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തലേ ദിവസത്തെ സായാഹ്നത്തിലാണ് ഇബ്നു ആമിർ റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് സന്ദേശവാഹകനായിട്ട് ദൂതുമായി വന്നത്. റുസ്തുമിന് ഈ മനുഷ്യന്റെ വേദവിധാനങ്ങൾ കണ്ടപ്പോൾ, വേഷഭൂഷാദികൾ കണ്ടപ്പോൾ അത്രയും രസിച്ചില്ല. കീറിപ്പറിഞ്ഞ ജുബ്ബ ധരിച്ചുകൊണ്ട് കടന്നു വന്ന ഈ മനുഷ്യനോ ദൂതൻ, ഇവനോ ഈ സംഘത്തിന്റെ തലവൻ. റുസ്തും ധിക്കാരത്തോടുകൂടെ തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോയിട്ടൊരു മൺചട്ടിയിൽ അല്പം മണ്ണ് നിറച്ചിട്ട് ആ മണ്ണ് നിറച്ച കലമയാളുടെ തലയിൽ വെച്ച് കൊടുക്കുക. മണ്ണു നിറച്ച കലം തലയിൽ വെച്ച് കൊടുത്തിട്ട് റുസ്തും എന്ന് പറയുന്ന ധിക്കാരിയായ പട്ടാള മേധാവി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനോട് പറയുന്നു, ഈ കൊട്ടാരത്തിന്റെ ചുറ്റും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നടക്കണം. മണ്ണ് നിറച്ച കലം ചുമന്നുകൊണ്ട് നടക്കാൻ ഉച്ചത്തോടുകൂടി റുസ്തും ആജ്ഞാപിച്ചപ്പോ അഭിമാനത്തോടുകൂടെ
കിരീടം ധരിച്ചുകൊണ്ട് ചെങ്കോലേന്തിയിട്ട് ഒരു രാജാവ് നടക്കുന്നത് പോലെ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലൂടെ നടക്കുകയാണ്. നടത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ശിക്ഷ കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം ലഭിക്കുകയാണ്. തേഗോം കെ സായ മേഹം പൽകർ ജവാഹു ഹേ, വാളിന്റെ തണലിലും നിഴലിലും വളർന്നു വന്ന റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സ്ഫുരിക്കുന്ന ഈമാനിന്റെ പ്രകാശത്തോടു കൂടെ പറഞ്ഞു, നിങ്ങൾ എന്നെ അപമാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, നിങ്ങൾ എന്നെ മാനം കെടുത്തി എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. എന്നാൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, എനിക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾ എനിക്ക് നൽകിയത് നിങ്ങളുടെ സാമ്രാജ്യത്തിലെ ഒരു പിടി മണ്ണാണ്. ഇന്നത്തെ സായാഹ്നത്തിന് എനിക്ക് ഇത്രയും മതി. നിങ്ങളുടെ സാമ്രാജ്യത്തിന് ഒരു പിടി മണ്ണ് മതി. നാളെ ഖാദിസിയയിൽ വെച്ച് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടും. ഘോരമായ പോരാട്ടം നടക്കും, രക്തരൂക്ഷിതമായ യുദ്ധം സംഭവിക്കും. ആ യുദ്ധത്തിന്റെ ഒടുക്കത്തിൽ നിങ്ങൾ കൊല്ലപ്പെടും, നിങ്ങളുടെ രാജാവ് കൊല്ലപ്പെടും, നിങ്ങളുടെ സൈനികന്മാരിൽ നിന്ന് ആയിരങ്ങൾ വധിക്കപ്പെടും, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അന്ന് നിങ്ങളുടെ സൈന്യത്തിൽപ്പെട്ട ആളുകളെ കബറടക്കാനുള്ള ആരടി മണ്ണിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് യാചിക്കേണ്ടി വരുമെന്ന് റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. നിങ്ങൾ എന്നെ അപമാനിച്ചിട്ടില്ല, നിങ്ങളുടെ സാമ്രാജ്യത്തിലെ ഒരു പിടി മണ്ണ് എനിക്ക് നൽകി. നാളെ വൈകുന്നേരമാകുമ്പോൾ ഈ ഒരു പിടി മണ്ണിനു വേണ്ടി നിങ്ങൾ എന്റെ മുമ്പിൽ വന്നുകൊണ്ട് യാചിക്കേണ്ടി വരും, നിങ്ങൾ ഒരു ഭിക്ഷുവിനെ പോലെ നിൽക്കേണ്ടി വരും എന്നാണ് ഈ സ്വഹാബി മറുപടി പറയുന്നത്. അത് ഈമാനിന്റെ വെളിച്ചമാണ്. തൗഹീദ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം മനസ്സിന്റെ ധൈര്യമാണ്. സബഖ് പർ അദാലത് കാ ശജാഅത് കാ സ്വദാഖത് കാ, വിശ്വാസത്തിന്റെയും ധീരതയുടെയും സത്യസന്ധതയുടെയും പാഠങ്ങൾ നിങ്ങൾ പഠിക്കുക. എന്നാൽ ലോകത്തിന്റെ നേതൃത്വമാണ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാൻ പോകുന്നത്. ലിയാ ജായേഗ തുജ്സേ കാം ദുനിയാ കി ഇമാമത്ത് കാ, ലോകത്തിന്റെ നേതാവായി നിങ്ങൾ എഴുന്നള്ളപ്പെടാൻ ഏറെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല, 7 സംവത്സരങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ഇഖ്ബാൽ പറയുകയാണ്. ഈ തൗഹീദാണ് മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ നിസ്കാരത്തിന്റെ ശീലം തുടങ്ങി വെക്കണമെന്ന് പറഞ്ഞു. വലിയ അത്ഭുതമാണ് നിസ്കാരത്തിന്റെ കാര്യം. 7-ാം വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാനും 10 വയസ്സാകുമ്പോൾ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കാനുമാണല്ലോ നമ്മളോട് പറഞ്ഞത്. ഇത് പറഞ്ഞത് കാരുണ്യക്കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗ്യാസ് ചേമ്പറിലിട്ട് ശത്രുക്കളെയും തന്നെ വഴങ്ങാത്തവരെയും ചുട്ടുകൊല്ലുന്ന ഓട്ടോക്രാറ്റ് ആയിട്ടുള്ള ഒരാളുടെ വാക്കല്ല, റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ ഞാൻ ഒന്ന് പറയട്ടെ, ഈ അടുത്ത കാലത്ത് ധനാർത്തി കൊണ്ട് മതം വിട്ടുപോയ ഒരാൾ പറയുകയുണ്ടായി, ക്രൈസ്തവ ദർശനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി, ഞാൻ ഖുർആൻ വായിച്ചിട്ടാണ് ക്രൈസ്തവനായി തീർന്നത്. ഖുർആനിൽ യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്ന കഥ പറയുന്നുണ്ട്, വെള്ളപ്പാണ്ട് മാറ്റുന്ന കഥ പറയുന്നുണ്ട്. മുഹമ്മദ് നബിയെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. നഅൂദുബില്ലാ. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഏതാനും ചില സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 നാമങ്ങൾ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കേവലം വെള്ളപ്പാട് സുഖപ്പെടുത്തുന്ന ഏർപ്പാട് മാത്രമല്ല, കഷണ്ടി സുഖപ്പെടുത്തുന്ന ഏർപ്പാട് മാത്രമല്ല, ആളുകളുടെ ഏതെങ്കിലും അല്ലറച്ചില്ലറ നിസ്സാരപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കുന്നത് മാത്രമല്ല, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളായ ആളുകളോട് റസൂലുള്ളാഹിന്റെ പെരുമാറ്റം അല്ലാഹുവിന്റെ അതേ പെരുമാറ്റമാണ്, റഊഫുൻ റഹീം. അല്ലാഹു തന്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 2 ഇസ്മുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചാർത്തി കൊടുക്കുകയാണ്. പിന്നെ എങ്ങനെയാ റസൂലുള്ളാഹിക്ക് കാരുണ്യമില്ലാതെ പറയും? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ കാരുണ്യം മാത്രമാണ് നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. കരുണക്കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരോട് കരുണ കാണിക്കാൻ പറഞ്ഞു, ജീവജാലങ്ങളോടും കരുണ വേണം. യുദ്ധം കഴിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വരുന്ന സ്വഹാബികളുടെ മുമ്പിൽ മദീന നഗരത്തിലേക്ക് നയിക്കുന്ന 2 പാതകൾ, ഒന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വഴി, മറ്റൊന്ന് ഒരുപാട് ദുർഘടമായ ദീർഘനേരം സഞ്ചരിക്കേണ്ടുന്ന വഴി.
സ്വഹാബത്തിനറിയാം പോകേണ്ടത് ഷോർട്ട് കട്ടിലൂടെയാണ്, എളുപ്പമുള്ള വഴിയിലൂടെയാണ്. എന്നാലും ഒരു മര്യാദ പോലെ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഏത് വഴിയിലൂടെയാണ് കടന്നു പോകേണ്ടത്? ആകാശ ലോകത്തിൽ നിന്ന് വന്ന ദിവ്യജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പക്ഷേ പറഞ്ഞത്, നിങ്ങൾ ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കണേ എന്നാണ്. മര്യാദയോടുകൂടെ സ്വഹാബത്ത് നടന്നു നീങ്ങി. മദീന മുനവ്വറയിൽ കാലുകുത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് അവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, ഒന്ന് ചോദിക്കട്ടെയോ, എന്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ക്ഷീണിച്ചവശരായിട്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വരവിൽ ഈ ദീർഘമായ പാതയിലൂടെ കടന്നു പോകണമെന്ന് ഞങ്ങളോട് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ വഴിയിൽ ഒരു മൃഗം തന്റെ കുഞ്ഞുങ്ങളുമായി പ്രസവിച്ചു കിടക്കുന്നു എന്ന വാർത്തയാണ് സയ്യിദുനാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയിച്ചു തന്നിട്ടുള്ളത്. റൂഹുൽ അമീൻ എന്നുകൊണ്ട് അങ്ങനെ ഒരു വിവരം നൽകുമ്പോൾ, ഒരു മൃഗം അതിന്റെ കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് നമ്മുടെ വഴിയിൽ കടക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ, നമ്മൾ ആയിരക്കണക്കിന് അശ്വാരൂഢന്മാരായ ഭടന്മാർ ആ വഴിയിലൂടെ കടന്നു പോയാൽ ആ കുഞ്ഞിനും ആ മാതാവിനും ശല്യമാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് സ്വഹാബികളെ ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തിയതും ഈ ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള നിർദ്ദേശം നൽകിയതും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവജാലങ്ങളോട് പോലും കാരുണ്യം, പക്ഷിപ്പറവകളോട് കാരുണ്യം, ചെറിയ കുഞ്ഞുനെറുമ്പിനോട് പോലും കാരുണ്യം വിട്ടുകൊണ്ട് കളിക്കരുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കുഞ്ഞുങ്ങൾ ജീവിതത്തിന്റെ സുഹൃത്തുക്കളാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് 10ാം വയസ്സിൽ കർമ്മശാസ്ത്രത്തിന്റെ അഭിപ്രായത്തിൽ ശരാശരി നമ്മുടെ നിലപാടനുസരിച്ച് നിസ്കാരം നിർബന്ധമില്ലാത്ത ഒരു പ്രായത്ത് നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ അടിക്കണം, മക്കളെ പ്രഹരിക്കണം, അവരെ ശിക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തുകൊണ്ടാണ്? നിസ്കാരമാണ് എല്ലാ നന്മകളുടെയും മാതാവ് എന്ന് അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. നിസ്കാരമെല്ലാ നന്മകളുടെയും മാതാവാണ്. മദീന പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ, അൻസ്വാരിയായ ചെറുപ്പക്കാരൻ, യുവാവ്, അവൻ പുതുതായിട്ട് പള്ളിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 5 നേരവും അവൻ പള്ളിയിൽ ജമാഅത്തിന് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. മുതിർന്ന സ്വഹാബികൾ അഭിപ്രായം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഈ പുതുതായി ജമാഅത്തിന് വന്നു തുടങ്ങിയിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ഇവനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്, ഒരുപാട് ദോഷങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവനെ വിശ്വാസത്തിലെടുക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബാക്കളെ, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അൻസ്വാരിയായ ഈ മനുഷ്യൻ നമ്മുടെ മാർഗത്തിൽ പ്രവേശിക്കുകയും അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലഅല്ല സ്വലാത്തഹു തൻഹാ, അവന്റെ നിസ്കാരം അവന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, മോശപ്പെട്ട സംഗതികളിൽ നിന്ന്, അശ്ലീലമായ സാഹചര്യങ്ങളിൽ നിന്ന് തടുത്തു നിർത്തുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന അത്ഭുതമാണ് നിസ്കാരം. 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യതയുള്ള ആളുകൾക്ക് 24 മണിക്കൂർ അള്ളാഹുവിന് വേണ്ടി വർത്തിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. മദ്യം തിന്മകളുടെ മാതാവാണെന്നും മദ്യം ഇസ്ലാമിൽ പരിപൂർണമായി നിരോധിക്കപ്പെട്ട കാര്യമാണെന്നും സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ മദ്യം നിരോധിക്കാനുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞപ്പോ ഖുർആൻ മദ്യത്തിന്റെ സമ്പൂർണമായ നിരോധനം കുറിക്കുന്ന ആയത്തിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്? ആരോഗ്യ പ്രശ്നങ്ങളല്ല. മദ്യം കഴിച്ചാൽ നിങ്ങളുടെ കുടൽ തകരും, കരൾ മോശമാകും, നെഞ്ചിൽ അങ്ങനെ കുഴപ്പം പറ്റും, വേറെ നീ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ശരീരത്തിന്റെ ആരോഗ്യപരമായ കുഴപ്പങ്ങളെ സംബന്ധിച്ചല്ല പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ, മദ്യം നിങ്ങൾ സേവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബിനെ ഓർക്കാൻ കഴിയില്ല, മാത്രമല്ല നിസ്കാരത്തിലുള്ള കൃത്യതയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, മദ്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുമോ എന്ന് പരിശുദ്ധ ഖുർആൻ. മദ്യനിരോധനത്തിന്റെ കാരണമായിട്ട് ഖുർആൻ പറഞ്ഞത് അത് നിസ്കാരം മുടക്കുന്ന ഏർപ്പാടാണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ നിസ്കാരം മുടങ്ങിയാൽ സർവ്വ നന്മകളും മുടങ്ങും. നിസ്കാരം മുടക്കുന്നവർക്ക് വേറെ എന്ത് തിന്മ ചെയ്യാനും മടി കാണില്ല. അതുകൊണ്ട് മദ്യം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം നിസ്കാരത്തിന്റെ മുടക്കമാണ്.
നിസ്കാരത്തിന്റെ മുടക്കമോ ഇല്ല, നന്മകളുടെയും മുടക്കമാണ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം. അതുകൊണ്ടാണ് 10-ാം വയസ്സിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ നിങ്ങൾ അവരെ നിസ്കാരം പഠിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇന്നൽ ഉസൂന ഇദാ ഖവംതഹ തദലത് വലാ യലീനു ഇദാ ഖവംതഹുൽ ഖശബു. നല്ല നല്ല ശീലങ്ങൾ കൊത്തിവെക്കാൻ പറ്റിയ പ്രായം ചെറുപ്പമാണ്. ഒരു ചെറിയ തൈയിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപാലിച്ചു കൊണ്ടുവന്നാൽ, ശുശ്രൂഷകൾ നൽകിയാൽ, വെള്ളമൊഴിച്ചു കൊടുത്താൽ, അതിന്റെ വേണ്ടാത്തരങ്ങളും കളകളും ഒഴിവാക്കി കൊടുത്താൽ അതിനെ മനോഹരമായ ഒരു വൃക്ഷമാക്കി വളർത്തിയെടുക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ വളർത്തു പന്തലിച്ചു നിൽക്കുന്ന ഒരു മാവിൽ, ഒരു വലിയ മരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ പ്രായത്തിൽ ചെറുപ്പമായിട്ടുള്ള ആളുകളെ നന്നാക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. വലിയ ആളുകളായി തീർന്നാൽ പിന്നെ ശീലങ്ങൾ ഉണ്ടാക്കാൻ വലിയ പണിയാണ്. കോഴിക്കോട് പുതിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുലൈമാൻ മുസ്ലിയാർ, പഴയ തലമുറയിലെ ആളുകൾ പറയാറുണ്ട്, സുലൈമാൻ മുസ്ലിയാരുടെ സോപ്പ് വാങ്ങിയവരും കുഴങ്ങി, വാങ്ങാത്തവരും കുഴങ്ങി. എന്താണ് സുലൈമാൻ മുസ്ലിയാരുടെ സോപ്പ്? വാങ്ങാത്തവരുടെ കുഴക്ക്. സുലൈമാൻ മുസ്ലിയാരെ പോലെയുള്ള പുണ്യവാളനായ ഒരാൾ കച്ചവടം ചെയ്തിട്ട് വരുമ്പോ അത് വാങ്ങാതിരിക്കുന്നത് മോശമാണ്. എന്നാ വാങ്ങിയുള്ള കുഴപ്പം എന്താണ്? വാങ്ങുമ്പോൾ അദ്ദേഹം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് സോപ്പ് വാങ്ങുന്നത്? കുളിക്കാൻ, ശരീരവും വസ്ത്രവും വൃത്തിയാക്കുവാൻ. എന്തിനാണ് ശരീരവും വസ്ത്രവും വൃത്തിയാക്കുന്നത്? ആളുകൾ അന്തിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം പറയും, 5 നേരം നിസ്കരിക്കാനാണ്. ഇടയ്ക്കിടെ സോപ്പ് വാങ്ങി ആളുകളെ സമീപിച്ചുകൊണ്ട് സുലൈമാൻ മുസ്ലിയാർ ചോദിക്കുമായിരുന്നു, നിങ്ങൾ സോപ്പ് വാങ്ങിയ ആളല്ലേ? ദിവസവും കുളിക്കുകയും വൃത്തിയാകുകയും ചെയ്യുന്ന ആളാണല്ലോ, ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിസ്കാരമുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു അത്രേ. അതായിരുന്നു പണ്ഡിതന്മാരുടെ പാത. സുലൈമാൻ ജൗസി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്, കുട്ടികളെ വിളിക്കുമായിരുന്നു അദ്ദേഹം. കൂടി നിൽക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് പറയും, നിങ്ങളിൽ 5 നേരം നിസ്കരിച്ച ആളുകൾ കൈപ്പൊക്കുക. എന്നിട്ട് നിസ്കരിച്ച എല്ലാ ആളുകൾക്കും അദ്ദേഹം സ്വീറ്റ്സുകൾ നൽകുമായിരുന്നു, മധുര പലഹാരങ്ങൾ കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ദീൻ ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. ഈ ദീൻ ഇനിയും ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികമായ വശങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന സംരംഭങ്ങൾ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഹീറോകളായി നിൽക്കാൻ നിങ്ങൾ ചില മാതൃകകൾ പണിതു കൊടുക്കണമെന്ന്, ചില നായകന്മാരെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് ഇസ്ലാം. അദ്ദിബു ഔലാദകും അലാ തലാസി ഖിസാൽ. 3 കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിക്കണം. ഹബ്ബി നബിയിക്കും, ഒന്ന് ഹബീബായ നബിയോടുള്ള സ്നേഹമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ള ഒരു കുഞ്ഞിന് സിനിമാ താരങ്ങളോട് സ്നേഹമുണ്ടാകില്ല. കായിക താരങ്ങളിൽ അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയില്ല. അശ്ലീലമായ കാര്യങ്ങളിലേക്ക് അവന്റെ മനസ്സ് വേടിപ്പോകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ വഴികാട്ടിയായിട്ട് കൂടെ ഉണ്ടാകും. അഹല്ല ഉമ്മതഹു ലിഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫി അജമി മൗലായ സല്ലി വ സിംഹം എങ്ങനെയാണോ തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് കാട്ടിലേക്ക് ഇറങ്ങുന്നത്, അതുപോലെ ലോകത്ത് അരാജകത്വം വർദ്ധിച്ചിരിക്കുന്ന മേഖലകളിലേക്ക് തന്റെ സ്വഹാബത്തിനെ വിന്യസിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് വിജ്ഞാനമാണ്, പ്രകാശമാണ്, വെളിച്ചമാണ്, ഹിദായത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേറ്റിയവർക്ക് പരാജയപ്പെടേണ്ടി വരില്ല. നാം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ ഭരിച്ചിരുന്ന മഹ്മൂദ് ഗസ്നവി എന്ന് പറയുന്ന വലിയ രാജാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. മഹ്മൂദ് ഗസ്നവിയും ആ മഹ്മൂദിന്റെ അടിമയായിട്ടുള്ള അയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും വളരെ പ്രസിദ്ധരാണ് ചരിത്രത്തിൽ. ഇഖ്ബാലിന്റെ കവിതകളിൽ കാണാം മഹ്മൂദിനെയും അയാസിനെയും സൂചിപ്പിക്കുന്ന വരികൾ. ഏക് ഹി സഫ് മേ ഖഡേ ഹോ കെ മഹ്മൂദോ അയാസ് ന കോയി ബന്ദ രഹാ ന കോയി ബന്ദ നവാസ്. മഹ്മൂദും അയാസും ഒരേ സഫിലാണ് നിസ്കാരത്തിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ആ മഹ്മൂദ് ഗസ്നവി ഇന്ത്യ കണ്ട പ്രഗൽഭനായ ഒരു രാജാവാണ്. അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്.
മഹ്മൂദ് ഗസ്നവി അയാസ് എന്ന് പറയുന്നത് തന്റെ പരിചാരകന്റെ മകൻ മുഹമ്മദിനെ എല്ലാ സമയത്തും മുഹമ്മദ് എന്ന് തന്നെ വിളിക്കുമായിരുന്നു. തന്റെ പരിചാരകന്റെ മകനായ മുഹമ്മദിനെ മുഹമ്മദ് എന്ന് വിളിക്കും. മുഹമ്മദ് വരും, കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അംഗസ്നാനം ചെയ്യാനുള്ള ചൂടുവെള്ളം വേണ്ടി വന്നപ്പോൾ, വുളൂ ചെയ്യാനുള്ള ചുടുവെള്ളം കൊണ്ടുവരാൻ വേണ്ടി അയാസിന്റെ മകനെ വിളിച്ചപ്പോൾ അയാസ് കെ ബേട്ടെ, അയാസിന്റെ മകനെ എന്ന് വിളിച്ചുപോയി. അയാസിന്റെ മകൻ മുഹമ്മദ് ഓടിപ്പോയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് കൊണ്ടുവന്നു. ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് രാജാവിന്റെ കൺമുമ്പിൽ വെക്കുമ്പോൾ അയാസ് എന്ന് പറയുന്ന പരിചാരകന്റെ മകൻ മുഹമ്മദിന്റെ കണ്ണുകളിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഇങ്ങനെ തുരുതുരാ വീഴുകയാണ്. മഹ്മൂദ് ഗസ്നവി എന്ന് പറയുന്ന രാജാവിന്റെ സംശയമായി, വേവലാതിയായി ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ കരയുന്നത് മകനെ? മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടി പറയുകയാണ്, നിങ്ങൾ എന്നെ എന്നും വിളിക്കുന്നത് മുഹമ്മദേ എന്നാണ്, ഇന്ന് വിളിച്ചത് അയാസ് കെ ബേട്ടെ, അയാസിന്റെ മകനെ എന്നാണ്. നിങ്ങൾ എന്നെയാണ് വിളിക്കുന്നതെങ്കിലും ആ വിളിയാളത്തിൽ മുടങ്ങുന്നത് എന്റെ നായകന്റെ പേരാണ്, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ്. അതുകൊണ്ട് ഞാൻ എത്രയാണെന്നോ ആനന്ദത്തിൽ ആറാടിയിട്ടുള്ളത്. എന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും എന്റെ പേര് മുഹമ്മദ് എന്നാണെന്നും എനിക്കറിയാം. പക്ഷെ ആ മുഹമ്മദ് എന്ന് തന്നെയാണല്ലോ എന്റെ നബിയുടെ പേര് എന്ന് ചിന്തിക്കുമ്പോൾ ആശ്വാസം കൊള്ളുന്ന, അഭിമാനം കൊള്ളുന്ന മനസ്സായിരുന്നു എന്റെ മനസ്സ്. ഇന്ന് നിങ്ങൾ എന്നെ അയാസിന്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ എന്റെ മനസ്സ് തകർന്നു പോയി എന്ന് ഈ കുട്ടി പറയുമ്പോൾ ആ കുട്ടിയുടെ ഈമാനിനെ കൊണ്ട് അത്ഭുതപ്പെടാൻ വരട്ടെ. മഹ്മൂദ് ഗസ്നവി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മകനെ, എന്തുകൊണ്ട് ഞാൻ ഇന്ന് നിന്നെ അയാസിന്റെ മകനെ എന്ന് വിളിച്ചുവെന്ന് നീ ഓർത്തിട്ടുണ്ടോ? എല്ലാ ദിവസവും ഞാൻ നിന്നെ വിളിക്കുന്നത് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കാണ്. ആ സമയത്തെല്ലാം ഞാൻ ശുദ്ധനായിരുന്നു. ഇന്ന് ഞാൻ വിളിച്ചത് പക്ഷേ എനിക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാനാണ്. എന്റെ വുളൂ മുറിഞ്ഞു പോയിരുന്നു. ഞാൻ ചെറിയ ശുദ്ധിയുള്ളവനായിരുന്നു. ഞാൻ വിളിക്കുന്നത് നിന്നെയാണെങ്കിലും വിളിക്കുന്ന ആ പേരിലുള്ള അക്ഷരങ്ങൾ സ്നേഹത്തിന്റെ അക്ഷരങ്ങളല്ലയോ? ഹബീബ് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലെ അക്ഷരങ്ങളല്ലയോ? ആ അക്ഷരങ്ങൾ എന്റെ നാവ് കൊണ്ട് മൊഴിയാൻ വുളൂ വേണമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. മുഹമ്മദ് എന്ന പേര് പറയാൻ പോലും വുളൂ ഉണ്ടായിരിക്കണം എന്ന് ആത്മീയ ഭാവത്തിന്റെ ഔന്നിത്യങ്ങൾ താണ്ടിയ മഹ്മൂദ് ഗസ്നവിയുടെ രാജാധികാരത്തിന്റെ സാക്ഷ്യം വഹിച്ച മണ്ണിൽ നിന്നുകൊണ്ട് നാം പറയുന്നു, സന്താനങ്ങൾക്ക് നാം പകർന്നു കൊടുക്കേണ്ട റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിച്ചേർന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള സ്നേഹവും ആ മനോഹരമായ രംഗത്തെ ഓർക്കുക. തമാശായ ദേഖോ ജഹന്നം की आतिश लगाए खुदा और छुड़ाए മുഹമ്മദ്. നരകത്തിന്റെ അഗ്നിനാളങ്ങൾ കത്തിജ്വലിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു അവന്റെ ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലാക്കമാരോട് കൽപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് ആ തീ അണക്കാൻ പരിശ്രമിക്കുന്നത് കാണുക. പരലോകത്തിന്റെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ആശ്വാസത്തിന്റെ തെളിനീര് പകരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരും. വഹുബ്ബി അഹ്ലി ബൈത്തിഹി, രണ്ടാമത് കൊടുക്കേണ്ടത് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോടുള്ള സ്നേഹം, സാദാത്യങ്ങളോടുള്ള സ്നേഹം. നമ്മൾ ഇവിടെ വന്നത് ഖുതുബുസ്സമാൻ മൗലദ് ദവീല ഖദ്ദസല്ലാഹു സുർറഹുൽ അസീസിന്റെ അതിഥികളായിട്ടാണ്. സയ്യിദന്മാർ അവരാണ് ലോകത്ത് ദീനിനെ നിലനിർത്തുന്നവർ. ലോകത്ത് ഏതെങ്കിലും ഒരു കുടുംബം ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുമെങ്കിൽ
അത് ഇബ്രാഹീമിന്റെ കുടുംബമാണ് അലൈഹിസ്സലാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വേദിയിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഈ സദസ്സിന്റെ അനുഗ്രഹം പോലെ എത്തിച്ചേർന്നിട്ടുള്ള പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള കേരളത്തിലെ മഹാന്മാരായ സാദാത്യങ്ങൾ, ആ സാദാത്യങ്ങളെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഉടമൂലമാക്കുക. വതിലാവത്തിൽ ഖുർആൻ, ഏത് പ്രശ്നത്തിലും പരിഹാരം നൽകുന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഇങ്ങനെ നിങ്ങളുടെ സന്താനങ്ങളെ ധാർമ്മിക വഴിയിലേക്ക് നടത്തുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതുയുഗത്തിലെ സന്തതികളെ കുറിച്ച് വളരെ സംക്ഷിപ്തമായ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അവസാനം ഒരു പ്രാർത്ഥന പോലെ അഹമ്മദ് റസാ ഖാൻ സാഹിബിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഓതുകയാണ്. അല്ലാഹുവേ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കൊരു തുണയുണ്ടാകുമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യാ ഇലാഹി ഹർ ജഗ തേരി അതാ കാ സാത്ത് ഹോ. അല്ലാഹുവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും നിന്റെ ഔദാര്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുണ്ടാകണമേ. ജബ് ബഡേ മുഷ്കിൽ മുഷ്കിൽ കശാ കാ സാത്ത് ഹോ. പ്രയാസങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ശല്യം തീർക്കുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുണ്ടാക്കണമേ. യാ ഇലാഹി ജബ് ബഡേ മഹ്ശർ മേ ശോറേ ദാരോഗീർ. മഹ്ശറിലെ വൻസഭയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി കോടാനുകോടി ആളുകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ ആർത്തനാദങ്ങളെ പ്രസക്തമാക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളികളും ദീനവിലാപങ്ങളും ആരുമാരും കേൾക്കപ്പെടാതെ പോകുമ്പോൾ അമ്ന് ദേനേ വാലെ പ്യാരെ പേശ്വേ കാ സാത്ത് ഹോ. സമാധാനം നൽകുന്ന ഞങ്ങളുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുണ്ടാക്കണമേ. യാ ഇലാഹി ജബ് സുബാനെ ബാഹറായി പ്യാസ് സേ. ഒരു ചാണകല സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ട് ഞങ്ങളുടെ നാവ് വരണ്ടു പോയാൽ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ സ്വാഹിബേ കൗസർ ഷഹേ ജൂദേ അതാ കാ സാത്ത് ഹോ. ഹൗദുൽ കൗസർ എന്ന തെളിനീരുമായി ഞങ്ങളുടെ മുമ്പിലെത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടു നൽകണേ. അവസാനമായി യാ ഇലാഹി ജബ് ചലോ താരീഖ രാഹേ പുൽ സിറാത്ത്. സിറാത്ത് പാലമെന്ന ഇരുളാർന്ന ഒരു പാലത്തിലൂടെ ഞങ്ങൾ വിറയാർന്നുകൊണ്ട് മന്ദം മന്ദം ഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആഫ്താബേ ഹാഷിമി നൂറുൽ ഹുദാ കാ സാത്ത് ഹോ. ഹാഷിം കുടുംബത്തിന്റെ നേതാവായ ലോകത്തിന്റെ വെളിച്ചമായ പ്രപഞ്ചത്തിന്റെ പ്രോജ്വല സൂര്യനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ട് ഞങ്ങൾക്കുണ്ടാക്കണമേ എന്ന് അഹമ്മദ് റസാ ഖാൻ സാഹിബിന്റെ കൂടെ ഈ സദസ്സോട് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മഹാന്മാരായ സാദാത്തുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ പ്രാർത്ഥനയെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك على رسولك سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وأصحابه وأهل بيته وسلم تسليما كثيرا. റഹ്മാനായ രാജാതിരാജനായ തമ്പുരാനെ, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ഇഷ്ടദാസനായ ഖുതുബുസ്സമാൻ മൗലൂദ് മീലാദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ
ഹദറത്തിൽ ഞങ്ങൾ ഒത്തുകൂടിയതും സംസാരിച്ചതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ നിയ്യത്തിലും ഞങ്ങളുടെ വാക്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സമീപനങ്ങളിലുമുള്ള എല്ലാ പാളിച്ചകളും പോരായ്മകളും ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തുകയും പരിഹരിക്കുകയും ചെയ്യണമേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ പൊറുക്കണേ തമ്പുരാനേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾ പൊറുക്കണേ തമ്പുരാനേ. രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടമായും നിന്നോടും നിന്റെ അടിമകളോടും ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾ പൊറുക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനേ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനേ. സ്വർഗ്ഗലോകത്ത് ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിനെ നീ ശുദ്ധീകരിക്കുകയും തഖ്വയും സൽസ്വഭാവവുമുള്ള സത്യവിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ തമ്പുരാനേ. ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളാക്കണമേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ നൂറ് ഞങ്ങളുടെ ഹൃദയത്തിലും ഖബറുകളിലും നിറക്കണേ തമ്പുരാനേ. നാഫിയായ ഇൽമ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനേ. നിന്റെ ദീനിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളിൽ പെടുത്തണേ തമ്പുരാനേ. ഉഖ്റവിയായ നിന്റെ ആലിമീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തണേ തമ്പുരാനേ. അല്ലാഹുവേ, നാഫിയായ ഇൽമ് ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും വർദ്ധിപ്പിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മഹത്തായ സ്ഥാപനം ദാറുൽ ഹുദയെ സ്നേഹിക്കുകയും ഇതിൽ അധ്യാപനം നടത്തുകയും പഠിക്കുകയും ഇതിനെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനേ. അവരുടെ സേവന പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ലോകം മുഴുവനും ഈ ഹിദായത്തിന്റെ വെളിച്ചം പരത്തണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി കടന്നുപോയ മഹാന്മാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കണേ തമ്പുരാനേ. അവർ വഴി തെളിയിച്ചു തന്ന മാർഗത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണേ തമ്പുരാനേ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലമത്രയും നിന്റെ ത്വാഴത്തിലും റിളായിലുമായി ജീവിപ്പിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, മരിക്കുന്ന സമയം ഈമാനോടുകൂടെ മരിപ്പിക്കണേ തമ്പുരാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, ഖുദ്ദുസ്സമാൻ ഖദ്ദസല്ലാഹു സുബ്ഹാനഹു അസീസിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, നന്മ ചെയ്യാത്തവരാണ്, ഞങ്ങൾക്ക് നീ പൊറുക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ശാരീരികമായ മാനസികമായ രോഗങ്ങൾ കൊണ്ട് വിഷമങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ. ക്യാൻസർ അടക്കമുള്ള മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ അല്ലാഹ്. പകർച്ചവ്യാധികളിൽ നിന്ന് കാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനേ. ശിക്ഷാരോഗങ്ങളിൽ നിന്ന് കുടുംബങ്ങളും മാതാപിതാക്കളും ഭാര്യ മക്കൾ പോലും വെറുക്കുന്ന ഒറ്റപ്പെടുന്ന രോഗങ്ങൾ ഞങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിന് പരിപൂർണമായ സമാധാനവും സന്തോഷവും വിശ്വാസവും പ്രദാനം ചെയ്യണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും നിന്റെ റിളായിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും സ്വാലിഹീങ്ങളായ ഇടകളെയും സന്താനങ്ങളെയും നൽകണേ തമ്പുരാനേ. പടച്ചവനെ, ഗർഭിണികളായ ഞങ്ങളുടെ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനേ. സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ തമ്പുരാനേ. പാവങ്ങളായ പെൺമക്കളെ ഓർത്തുകൊണ്ട് കണ്ണീർ കുടിച്ചു കഴിയുന്ന രക്ഷിതാക്കളുടെ കാര്യത്തിൽ സലാമത്ത് നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളും ഞങ്ങളുടെ സന്താനങ്ങളും പങ്കെടുക്കുന്ന എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും നീ വിജയിപ്പിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, കടങ്ങളിൽ പെട്ടുലയുന്ന സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തണേ തമ്പുരാനേ. അല്ലാഹുവേ, ഇഹലോകത്തേക്കാൾ കൂടുതൽ പരലോകത്ത് ഞങ്ങളെ ഉയർത്തണേ തമ്പുരാനേ. ഖബറിന്റെയും നരകത്തിന്റെയും ശിക്ഷയിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, വലങ്കയിലൂടെ ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങുന്നവരാക്കണേ തമ്പുരാനേ. അർശിന്റെ തണൽ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. നരകസ്പർശമില്ലാതെ സ്വർഗ്ഗത്തിലെത്തിക്കണേ തമ്പുരാനേ.
അല്ലാഹുവേ നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിലും അവിടുത്തെ ഹൗദുൽ കൗസറിലും ഞങ്ങൾ നീ പങ്കാളികളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ലിഖാഅ് ആസ്വദിക്കുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ റൗള ശരീഫിലേക്ക് ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറയും ആഫിയത്തോടുകൂടെ ഒരുപാട് പ്രാവശ്യം നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജീവിച്ചിരിക്കുന്നവരും വഫാത്തായി പോയിട്ടുള്ളവരുമായ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നാഫിയായ ഇൽമും ഹലാലായ ത്വയ്യിബായ വാസിയായ റിസ്കും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഈ ലോകത്തും അനുഗ്രഹിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ ഈ മഖാമിലെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. മുഹറവിയുമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഹൃദയത്തിന്റെ വസന്തമായി സ്വീകരിച്ചിരിക്കുന്ന ദാറുൽ ഹുദായെ നെഞ്ചേറ്റുന്ന 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ദാറുൽ ഹുദായുമായി നല്ല നിയ്യത്തോടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നാളെ ജന്നാത്തുൽ നഈം ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ ഖുതുബുസ്സമാൻ തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കണേ. അല്ലാഹുവേ ഞങ്ങളുടെ വിഷമങ്ങളും വേദനകളും രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ മഖ്ബൂലികളായ വിജയികളിൽ പെടുത്തണേ. അല്ലാഹ് മഖ്ബൂലികളായ വിജയികളിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ പരാജിതരിൽ ഞങ്ങളെയോ ഞങ്ങളുടെ സന്താനങ്ങളെയോ ശിഷ്യഗണങ്ങളെയോ സുഹൃത്തുക്കളെയോ നീ പെടുത്തരുതേ. ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهما كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم